കുവൈറ്റ് അതിർത്തികൾക്ക് നേരെയും കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ തീരദേശ ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമിന് നേരെയും വ്യോമാക്രമണം നടന്നു. രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ ലംഘനമാണിതെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് കനത്ത തിരിച്ചടിയാണ് ഇന്നുണ്ടായ ആക്രമണം. രാജ്യം ഇപ്പോൾ അതീവ ജാഗ്രതയിലാണ്. അതിർത്തി കടന്നെത്തിയ ശത്രു ലക്ഷ്യങ്ങളെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വിജയകരമായി തടഞ്ഞതായി ആർമി ജനറൽ സ്റ്റാഫ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. എന്നാൽ വലിയ നാശനഷ്ടങ്ങളാണ് ആക്രമണം വിതച്ചിരിക്കുന്നത്. കുവൈറ്റ് ഓയിൽ കമ്പനിയുടെ കടലിലെ പ്രമുഖ ഡ്രില്ലിംഗ് പ്ലാറ്റ്ഫോമും അതിർത്തിയിലെ ചില പോസ്റ്റുകളും ലക്ഷ്യമാക്കിയായിരുന്നു പ്രധാന ആക്രമണം. ആക്രമണത്തിൽ ആളപായവും വലിയ തോതിലുള്ള ഭൗതിക സാമ്പത്തിക നഷ്ടങ്ങളും ഉണ്ടായതായാണ് ഒടുവിൽ പുറത്തുവരുന്ന വിവരങ്ങൾ. ഇറാനും ഇറാഖിലെ അവരുടെ പ്രോക്സി മിലിഷ്യകളും ചേർന്ന് നടത്തിയ ആക്രമണത്തെ കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിലാണ് അപലപിച്ചത്. ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റവും പൗരന്മാരുടെയും താമസക്കാരുടെയും സുരക്ഷയ്ക്ക് നേരെയുള്ള വെല്ലുവിളിയുമാണ്. അന്താരാഷ്ട്ര സുരക്ഷാ കൗൺസിലിന്റെ 2817 പ്രമേയത്തിന്റെ ലംഘനമാണ് നടന്നിരിക്കുന്നത്. കുവൈറ്റിന്റെ ഭാഗത്തു നിന്നും അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ നയതന്ത്ര നീക്കങ്ങൾ ഉണ്ടാകുമെന്നാണ് സൂചന. അതിർത്തികളിൽ സുരക്ഷയും നിരീക്ഷണവും ശക്തമാക്കിയതായി ആഭ്യന്തര പ്രതിരോധ മന്ത്രാലയങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ജനം, കുവൈറ്റ്.